കർത്താവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധിയുടെ വൽക്കാലം സർവശക്തനെ ആരാധിപ്പാൻ മഹാദൈവം നമുക്ക് ഹല്ലേലൂയ കൃപ നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 25 വാക്യം മുതൽ വായിച്ചാട്ടെ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവനാരാ? പിതാവായവൻ അല്ലേ? യേശുവിനെ നമുക്ക് ദൈവം ചെയ്തു. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. അല്ലെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ യേശു പ്രാർത്ഥന പറയുകയാണ് ഭൂമിയിലിരുന്നുകൊണ്ട്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിട്ട് ശിശുക്കൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയത് കൊണ്ട്. കണ്ടോ, ശിശുക്കൾക്ക് എന്ത് ചെയ്തു? എന്താ വെളിപ്പെടുത്തിയെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? വാഴ്ത്തുന്നു. പുത്രൻ പിതാവിനെ എന്ത് ചെയ്യുക? വാഴ്ത്തുക. ഹല്ലേലൂയ സ്തോത്രം. യേശു പറഞ്ഞില്ലേ, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവം. യേശുവിൻ്റെ ദൈവമാണ്, അല്ലെ? ദൈവവുമാണ് പിതാവുമാണ്. ആര്? സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നി. എങ്ങനെ? താഴോട്ട് വായിച്ചേ. എങ്ങനെയാ ദൈവത്തിന് ഇഷ്ടം തോന്നിയത്? ഇങ്ങനെയല്ലോ പ്രസാദം നിനക്ക് തോന്നിയത്. എന്റെ പിതാവ് സകലവും ആരിൽ ഏൽപ്പിച്ചിരിക്കുന്നത്? എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, ദൂതന്മാർ, കർത്തൃത്വങ്ങൾ സകലവും ആർക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അതിൽ പിന്നെ വേറൊരു പ്രധാന കാര്യവും സ്വർഗത്തിലെ ദൈവം പുത്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ആരുടെ ഏൽപ്പിച്ചേക്കുന്നത്? ശിക്ഷിക്കുന്നത്, രക്ഷിക്കുവാനൊക്കെ അധികാരം ആർക്ക് കൊടുത്തേക്കുന്നത്? പുത്രനാണ് കൊടുത്തിരിക്കുന്നത്. പുത്രനില്ലാത്തവൻ എന്തില്ല? ദൈവമില്ല, പിതാവില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പിതാവ് സകലവും എങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു? പരമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, പിതാവല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല? പുത്രനെ അറിയുന്നില്ല. അപ്പൊ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആരും എന്ത് ചെയ്തിട്ടില്ല? പുത്രൻ ആരാന്ന്? പിതാവല്ലാതെ ആരും പുത്രനെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരെ അറിയുന്നില്ല? പിതാവിനെ അറിയുന്നില്ല. അപ്പൊ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കണം. ആരെ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് പറയാണ്, അധ്വാനിക്കുന്ന ഒരു ആയിട്ടുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. ആരോട് പഠിക്കണം? യേശുവിനോട് പഠിക്കണം. ആരാത്? യേശുവാണ് പറഞ്ഞു തരുന്നത് പിതാവ് ആരാണ്, അല്ലേ? അപ്പൊ യേശുവിനോട് പഠിക്കണം. പഠിച്ചിട്ട് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് എന്ത് ചെയ്യും? ആശ്വാസം കണ്ടെത്തും. എന്നിട്ട് പറയാം, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട്. അപ്പം ഹല്ലേലൂയ സ്തോത്രം. ഏറ്റവും വലിയ ചുമട് ആരാ വെച്ചു കൊടുത്തോണ്ടിരുന്നേ? പരീശന്മാരും ശാസ്ത്രിമാരൊക്കെ ജനത്തിന്റെ പേര് എന്ത് നോവാ വെച്ചു കൊടുത്തോണ്ടിരുന്നേ? ഹല്ലേലൂയ. കർത്താവിന്റെ നോവ് എങ്ങനെയുള്ള? മൃദുവാ. ഹല്ലേലൂയ. പുതിയ നിയമം മൃദുവാണ്. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമത്തിൽ ന്യായപ്രമാണം ആർക്കെങ്കിലും ഹല്ലേലൂയ നിവർത്തിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. പിതാവ് ഹല്ലേലൂയ ആരാന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല? പിതാവിനെ അറിയുന്നില്ല. ഈ മത്തായിയുടെ സുവിശേഷം തന്നെ അതിന്റെ 16 അധ്യായത്തിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. കൈസരിയിൽ എത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രന്മാരെ, യേശു ശിഷ്യന്മാരുടെ കൂടെ തന്നെ നടക്കുകയാണ്. യേശു പറയാണ്, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല? പിതാവിനെ അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം 16 അധ്യായത്തിൽ വരുമ്പോൾ ഈ ഹല്ലേലൂയ യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ മനുഷ്യപുത്രൻ എന്ന് പറയും. ബാക്കി എല്ലാവരും മനുഷ്യപുത്രനല്ലേ? അല്ലേ? ഭൂമിയിലുള്ളവരൊക്കെ ആരാ? മനുഷ്യന്റെ പുത്രന്. ഹല്ലേലൂയ സ്തോത്രം. യേശു പ്രത്യേകിച്ച് പറയുന്നത് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യപുത്രൻ ആരെന്ന് പറയുന്നു. വായിക്കേ. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യപുത്രൻ, ഇവിടെ വന്ന മനുഷ്യപുത്രൻ ആരാ? ഹല്ലേലൂയ സ്തോത്രം. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചല്ലേ?
ആരിൽ നിന്ന്? യഹൂദന്മാരിൽ നിന്ന്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്ന് വന്ന മനുഷ്യപുത്രനെ കുറിച്ചാണ് യേശു പറയുന്നത്. അതാരാ? ദൈവത്തിന്റെ പുത്രനാ. ദാവീദിന്റെ വഴിയിൽ നോക്കുമ്പോൾ അവൻ ആരാ? മനുഷ്യപുത്രനാ. അവനെ സൃഷ്ടിച്ചതാരാ? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം, പിതാവായ ദൈവം. പിതാവായ ദൈവമാണ് ദൈവാത്മാവാകുന്നു, അല്ലേ? അവൻ പരിശുദ്ധനാണ്, അവൻ ആത്മാവാകുന്നു. അവനെ അതുകൊണ്ട് എന്ത് വിളിക്കുന്നു? പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മാവിന്റെ ശക്തിയാണ് നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നത്? പിതാവായ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ മേൽ വരുന്നത്. ആ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചട്ടെ. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ഇരമ്യാവോ. അപ്പൊ 3 പേരുടെ പേര് പറയുന്നുണ്ട്. യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്, ഏലിയാവ് എന്ന് പറയുന്നുണ്ട്, ഇരമ്യാവോ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാരിൽ അവർ പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനമൊക്കെ എങ്ങനെയാ പറയുന്നത്? ഇവനെ ആരായിരിക്കും? യോഹന്നാൻ ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും? ഇരമ്യാവായിരിക്കും, അല്ലെങ്കിൽ ഏലിയാവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യേശു യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? 12 ശിഷ്യന്മാർ. ഗുരുവിന്റെ മീതയല്ല. നമ്മളിവിടെ ഒരു അന്ത്യത്താഴം ഒക്കെ വരച്ചു വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ? അന്ത്യത്താഴം 12 ശിഷ്യന്മാരുമായിട്ട് യേശു എന്ത് ചെയ്യുന്നത്? പെസഹ കഴിക്കുന്നത്. അതിനകത്ത് യേശുവിനെ വരച്ചു വെച്ചിട്ടുണ്ട്. യേശു എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു ഭൂമിയിൽ? 33 വയസ്സ് കഴിയുന്നോളം വരെ എന്തുണ്ടായിരുന്നു? ഭൂമിയിലും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനകത്ത് വരച്ചു വെച്ചിരിക്കുന്ന യേശുവിന് എത്ര വയസ്സ് തോന്നും? ഒരു 60 വയസ്സെങ്കിലും തോന്നും, അല്ലേ? അപ്പം പിന്നെ ശിഷ്യന്മാരൊക്കെ എത്ര വയസ്സ് തോന്നും? 80-90 വയസ്സുള്ള ശിഷ്യന്മാരെയൊക്കെയാണ് വരച്ചു വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ കുറിച്ച് എങ്ങനെയാണ് യേശു പറഞ്ഞത്? ഗുരുവിന് മീതയല്ലെന്നാണ് പറഞ്ഞത്. യഹൂദന്മാരുടെ നിയമം അവരുടെ ഇതൊക്കെ അനുസരിച്ച് ശിഷ്യന്മാരൊക്കെ അവരുടെ യേശുവിന്റെ പ്രായത്തിന് കീഴേ ഉള്ളവരാണ്, മുകളിലോട്ടുള്ളവരല്ല. പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ ആരുടെ കീഴിലുള്ളവരാണ്? യേശുവിന്റെ കീഴിലുള്ളവരാണ്. അല്ലാതെ യേശുവിന്റെ മുകളിൽ പ്രായമുള്ളവരാരും അതിനകത്ത് ഇല്ല. ഗുരുവിന്റെ മീതെയുള്ളവരാരും ഇല്ല. ഇതൊക്കെ തെറ്റായ പടമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് യേശുവും അല്ല. യേശു 33 വയസ്സ് വരെ ഉള്ളത്. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് വരച്ചു വെച്ചേക്കുന്നത്. ഒരു കിളവനെയാണ് വരച്ചു വെച്ചേക്കുന്നത്, അല്ലേ? അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആ കാര്യം നമുക്ക് വിടാം. നമ്മളതിനെ വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? വായിക്കും. ശീമോൻ പത്രോസ് പറയാണ്, ശീമോൻ പത്രോസ്. എബ്രായ ഭാഷയിൽ അവന് ശീമോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ എങ്ങനെയാ? പത്രോസ്. ഹല്ലേലൂയ പത്രോസ് എന്നോ. ഹല്ലേലൂയ സ്തോത്രം. ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് എന്ത് ചെയ്തു? പത്രോസ് എന്ത് ചെയ്തു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞു. വായിക്കും. ബെറിയോനായ ശീമോനെ, ഹല്ലേലൂയ സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോ അവനെ യേശു എങ്ങനെയാ പറഞ്ഞത്? നീ പറഞ്ഞത് തെറ്റാന്നാണ് പറഞ്ഞത്. അവനെ എങ്ങനെയാ പറഞ്ഞത്? ഭാഗ്യവാന്മാർ മാത്രമേ യേശുവിനെ എങ്ങനെ പറയുള്ളൂ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാന്ന് പറയുന്നവരൊക്കെ ആരാ? ഭാഗ്യവാനാണ്. എന്നിട്ട് പറയാണ്, എന്നിട്ട് പത്രോസിനോട് പറയുന്നത്, ജഡരക്തങ്ങളല്ല നിനക്ക് എന്ത് ചെയ്തത്? വെളിപ്പെടുത്തിയത്. പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും. അപ്പൊ പിതാവിനെ ആരും ഇപ്പം ആർക്കാ അറിയാൻ പറ്റിയത്? പത്രോസിന് എന്ത് ചെയ്തു? ആ പിതാവ് ഈ പുത്രൻ ആരാന്ന് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുക്കാതെ ഇത് എൻ്റെ മകനാണ് എന്ന് എന്ത് ചെയ്തിരിക്കണം? വെളിപ്പെടുത്തി കൊടുക്കുക. എന്തിനാണ് ഭൂമിയിൽ അയച്ചെന്ന് പ്രവാചകന്മാർ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം പ്രവചിച്ചു, ഇങ്ങനെ ഒരു മകൻ വരുമെന്നും, അല്ലേ? കന്യകത്തിൽ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക, അവൻ ജനങ്ങളുടെ പാപത്തിന് പോക്കാൻ വേണ്ടി എന്ത് ചെയ്തു? എന്ത് ചെയ്യുന്ന ജീവനെ കൊടുക്കുമെന്നൊക്കെ എന്ത് ചെയ്തു? പ്രവചിച്ചു. ആ പുത്രനാണ് ഇതെന്ന് ആര് പറഞ്ഞു? ഹല്ലേലൂയ പത്രോസ് പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ, എങ്ങനെയാന്ന് പറഞ്ഞേ? ക്രിസ്തു. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യപുത്രനെ ആരെന്നാ ചോദിച്ചത്. പക്ഷെ ഇവിടെ പത്രോസ് എന്താ പറയുന്നത്? ക്രിസ്തു എന്നാ പറയുന്നത്. ക്രിസ്തു എന്നതിന്റെ വാക്കിന്റെ അർത്ഥം അഭിഷക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. ആർക്കാണ് അഭിഷേകം കൊടുത്തുകൊണ്ടിരുന്നത് ന്യായപ്രമാണ കാലത്ത്? ഹല്ലേലൂയ സ്തോത്രം. പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കൊക്കെ എങ്ങനെയാണ് അഭിഷേകം കൊടുത്തുകൊണ്ടിരുന്നത്? തൈലക്കൊമ്പിനകത്ത് തൈലം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? അത് തലയിൽ ഒഴിച്ചെന്ത് ചെയ്യും? അഭിഷേകം ചെയ്യും. അവരുടെ മേൽ മാത്രം എന്ത് വരും? പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ പത്രോസ് പറയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ അഭിഷക്തനാണ്, അഭിഷേകം പ്രാപിച്ചവനാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാ പത്രോസ് എന്ന് മനസ്സിലായത്? കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ അത്ഭുതങ്ങളെ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ പത്രോസിന് മനസ്സിലായി
ദൈവത്തിന്റെ പുത്രനല്ലാതെ ആർക്ക് ദൈവത്തിന്റെ ഈ പ്രവൃത്തി ചെയ്യാൻ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. അല്ലെങ്കിൽ ആ സ്തോത്രം ഏലിയാവും ഏലീശയൊക്കെ ചെയ്തു. എങ്ങനെ ചെയ്തത്? ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ത് ചെയ്തു? അവരും അത്ഭുതം ചെയ്തു. അപ്പൊ ദൈവം ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ, പ്രവാചകന്മാർ എഴുതിയ ക്രിസ്തു നീയാണെന്ന് പറഞ്ഞപ്പോൾ ബെറിയോനായ ശിമോനെ നീ ആരാ? ഭാഗ്യവാനാ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. വായിക്കും. എന്നിട്ട് പറയാണ്, നീ പത്രോസ് ആകുന്നു. പത്രോസിന്റെ അർത്ഥം പാറ. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. പത്രോസിന്റെ മേലാണ് സഭയെ പണിത് കേട്ടോ. എങ്ങനെയാ പത്രോസിന്റെ മേൽ സഭയെ പണിയാനുള്ള കാരണം? പത്രോസ് എന്താ പറഞ്ഞത് അവിടെ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാന്ന് പറഞ്ഞുകൊണ്ട് ആ പത്രോസിന്മേലാണ് എന്ത് ചെയ്തത്? സഭയെ പണിതത്. അപ്പൊ ദൈവത്തിന്റെ പുത്രനെയും പിതാവിനെയും അറിയുന്നവന്മേലാണ് സഭയെ എന്ത് ചെയ്തത്? അപ്പൊ ഇനി ഒരു കാര്യം ചെയ്തോണം, പത്രോസിന്റെ ലേഖനമൊക്കെ എടുത്ത് വായിച്ചോണം. ആ പത്രോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെയും പുത്രനെയും കുറിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ എന്താ എഴുതിയിരിക്കുന്നത്? ജീവനുള്ള ദൈവം ആരാന്നും ഈ ക്രിസ്തു ആരാന്നും വ്യക്തമായിട്ട് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അനേകർക്ക് എന്ത് ചെയ്യുന്നില്ല? അവരുടെ മനസ്സെന്ത് ചെയ്തു? കുരുടായിപ്പോയി. അല്ലെങ്കിൽ അവരുടെ കണ്ണെന്ത് ചെയ്തു? കുരുടായിപ്പോയി. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ല. ഏകസത്യ ദൈവമായി നിന്നെ നീ അയച്ച യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് യോഹന്നാൻ 17:3 യോഹന്നാൻ ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പത്രോസിന് ആ ഏകസത്യ ദൈവത്തെയും പുത്രനെ അറിയുന്ന അറിവുണ്ടായതുകൊണ്ട് നീ ആരാന്ന് പറഞ്ഞത്? ഭാഗ്യവാനാന്ന് പറഞ്ഞു. നിന്റെ മേലെ എന്ത് ചെയ്യും? എന്റെ സഭയെ പണി. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ ആരിലാ പണിതേക്കുന്നത്? പത്രോസിലാ പണിതേക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, താഴെ വായിച്ചേ, ഈ സഭയെ പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യില്ല? ജയിക്കില്ല. അപ്പൊ ഇന്നിവിടെ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? സഭ തകർന്നു പോയി. പിന്നെ 3-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ വന്നു. അതിൽ നിന്ന് എന്തുണ്ടായി? പെന്തക്കോസ്ത് വന്നെന്നാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. സഭയ്ക്ക് ഉപദ്രവം ഉണ്ടായതൊക്കെ സത്യമാണ്. എന്നാൽ സത്യത്തിന്റെ സഭ എന്ത് ചെയ്യുന്നു? ലോകത്തിന്റെ സർവ്വ രാജ്യങ്ങളിലും ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷം എത്തിയായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. ഹല്ലേലൂയ സ്തോത്രം. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, സകല രാജ്യങ്ങളുടെയും ദൈവം, സകല രാജ്യങ്ങളിലും ദൈവത്തിന്റെ സുവിശേഷം എന്ത് ചെയ്തു? എത്തി. എന്നാൽ അവിടെയൊക്കെ എന്ത് ചെയ്തു? ഈ സുവിശേഷം എത്താതിരിക്കാൻ വേണ്ടി അതിനെ എന്ത് ചെയ്തു? 1-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? ഉപദ്രവം ഉണ്ടായി സഭയ്ക്ക്. എന്നാൽ അവിടങ്ങളിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരൊക്കെ ഇത് സുവിശേഷം അറിയിച്ച് നടന്നു. എന്നാൽ ഇവർ പഠിപ്പിക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ സഭ എന്ത് ചെയ്തു? തകർന്നു പോയി. 3-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? കത്തോലിക്ക സഭ വന്നെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് പെന്തക്കോസ്ത് വന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെ പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. അർമേനിയൻ അപ്പോസ്തലിക് ചർച്ചൊക്കെ ഉണ്ട് അർമേനിയൻ രാജ്യത്തിൽ. അതൊക്കെ 1-ാം നൂറ്റാണ്ടിലെ സഭ ഇന്നും ഉണ്ട്. ആരും എന്ത് ചെയ്തിട്ടില്ല? അതൊന്നും തകർത്തിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഈ കത്തോലിക്ക സഭ വന്ന് അതിൽ നിന്ന് എന്ത് ചെയ്തു? പെന്തക്കോസ്ത് ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പൊ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം എന്താ? തൃത്വം. അതിൽ നിന്നാണ് എന്തൊക്കെ വന്നത്? പെന്തക്കോസ്തും സകല സഭകളും എവിടെ നിന്നാണ് വന്നത്? ഹല്ലേലൂയ. ഈ ദുരുപദേശം 3-ാം നൂറ്റാണ്ടിലുണ്ടായ ദുരുപദേശത്തിലേക്ക് എന്ത് ചെയ്തു? പോയി. പത്രോസിന്റെ പേരാണ് സഭയെ പണിതത്. അത് ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നോഹയുടെ കാലത്ത് സംഭവിച്ച തന്നെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. ഹല്ലേലൂയ സ്തോത്രം. നോഹയുടെ കാലത്ത് 8 പേരാണ് എന്ത് ചെയ്തത്? രക്ഷപ്പെട്ടത്. മനുഷ്യപുത്രന്റെ വരവിലും ഈ കാണുന്ന സകലരും ഒന്നും എന്ത് ചെയ്യില്ല? രക്ഷ പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാരെന്ത് ചെയ്യും? മുഴുവനും അന്ന് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ജാതികളുടെ സംഖ്യ തികയോളം ആർക്ക് അംശമായി? ഇസ്രായേലിന് അംശമായി എന്ത് ചെയ്തു? നാശം ഭവിച്ചിരിക്കുക. അപ്പൊ ജാതികളുടെ സംഖ്യ തികയുമ്പോൾ കർത്താവിന്റെ വരവാകും. അപ്പോൾ ഈ സത്യം കേൾക്കുന്നവർ എന്ത് ചെയ്തോണം? സത്യത്തിലേക്ക് എന്ത് ചെയ്യണം? വരണം. ഞാനും ഈ തൃത്വം അല്ലെങ്കിൽ തൃത്വത്തിൽ പോയപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ തൃത്വത്തിൽ പോയി സ്നാനപ്പെട്ട ആളൊക്കെയാണ്. പക്ഷെങ്കിൽ അത് തെറ്റാണെന്നും ബൈബിളിക്കലല്ലെന്നും 3 ദൈവം ഇല്ലാന്നും ബൈബിളിൽ ഒരു ദൈവമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒറ്റ ദൈവമുള്ളൂ. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ടെന്ന് ബൈബിളിൽ എല്ലായിടത്തും വ്യക്തമായിട്ട് എഴുതിക്കുക. എല്ലാ ലേഖനങ്ങളിലും എഴുതിയിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മുഖം ഹല്ലേലൂയ മൃദുവും ഹല്ലേലൂയ സ്തോത്രം ലഘുവുമായ കാര്യങ്ങളെ ഇവരെന്ത് ചെയ്തു? വലിയ ചുമടാക്കി വെച്ചിരിക്കുക, തൃത്വം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിനോട് പറയുകയാണ്, നീ ഭാഗ്യവാനാണ്, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എൻ്റെ സഭയെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാ, വായി സ്വർഗരാജ്യത്തിന്റെ 19. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ 11-ാം അധ്യായത്തിൽ വായിച്ചു. ഹല്ലേലൂയ. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ നിശ്ചയിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ അറിഞ്ഞ പത്രോസിനോട് പറയുകയാണ്, നിനക്ക് ഞാൻ എന്ത് തരാൻ പോവാ?
സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തരാൻ പോകും. അപ്പൊ അപ്പോസ്തലന്മാര് ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഉപദേശിച്ചിരിക്കുന്ന ഉപദേശം ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടു പോകുന്ന സഭയൊന്നും എന്ത് ചെയ്യില്ല, അവർക്കൊന്നും സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഇല്ല. ആരുടെ മേലെ സഭ പണിത്? പത്രോസിന്റെ മേലാണ്. പത്രോസിനാണ് താക്കോൽ കൊടുത്തത്. എന്ത് താക്കോല കൊടുത്തത്? വായിച്ചാലേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഈ താക്കോലുള്ളവൻ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ എന്ത് ചെയ്യും? കെട്ടപ്പെടും. ഈ താക്കോലുള്ളവൻ ഭൂമിയിൽ അഴിച്ചാൽ, കാരണം ഈ താക്കോൽ അറിയില്ലായിരിക്കുന്നത്, പത്രോസിന്റെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ ഈ താക്കോൽ നമുക്ക് കിട്ടണമെങ്കിൽ എവിടെ പോകണം? പത്രോസിന്റെ മേലാണ് സഭയെ പണിതിരിക്കുന്നത്. പത്രോസ് യേശുവിനെ എങ്ങനെയാ പ്രസംഗിച്ചത്? ഹല്ലേലൂയ സ്തോത്രം. പത്രോസിന്റെ ലേഖനം 1:1 വേഗത്തിൽ ഒരാൾ വായിച്ചോ? ഒന്ന് പത്രോസോ 2 പത്രോസോ ഏതെങ്കിലും 1:1 മുതൽ വേഗത്തിൽ 2 വാക്യം വായിച്ചേ, എന്നിട്ട് നമുക്ക് മടങ്ങി വരാം. വായിച്ചാൽ ആസിയിലും മിഥുനയിലും പിതാവിന്റെ മുന്നറിവാണ് ആര്? പുത്രൻ. പുത്രനോടെയാണ് നമ്മളെ എന്ത് ചെയ്തത്? മുന്നൊരുക്കിയത്. മുന്നറിവിനാലും ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുവിന്റെ രക്തത്താൽ യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെടുന്നവരുമായി വൃതന്മാർക്ക് എഴുതുന്നത്. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലൊക്കെ എന്ത് ചെയ്യാണ്? യാഗം കഴിച്ചിട്ട് ആ രക്തം എന്ത് ചെയ്യും? ജനത്തിന് മേലും പുസ്തകത്തിന്മേലൊക്കെ എന്ത് ചെയ്യും? തളിക്കും. അപ്പൊ യേശുവിന്റെ രക്തം തളിക്കപ്പെടുന്നവർക്ക് വേണ്ടി എഴുതുകയാണ്. എങ്ങനെ എഴുതുന്നത്? ആർക്കാ സ്തോത്രം പറഞ്ഞേക്കുന്ന? പത്രോസ്. യേശു ആരാന്നാ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കർത്താവാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിനാ സ്തോത്രം. അപ്പോ ഹല്ലേലൂയ സ്തോത്രം. ഈ പിതാവിനെയും പുത്രനെ എല്ലാ പത്രോസിന്റെ ലേഖനം മുഴുവനും 1 പത്രോസും 2 പത്രോസും എഴുതിക്കുക. ഈ പത്രോസ് മേലാണ് സഭയെ പണിതിരിക്കുന്നത്. ഈ പത്രോസാണ് അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ മുഴുവനും ഒന്ന് വായിച്ചു നോക്കി. ഈ പത്രോസാണ് എന്ത് ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം 11 പേരോട് കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യം ഫസ്റ്റ് പ്രസംഗിച്ച ആളാരാ? പത്രോസാ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം നിന്ന് പ്രസംഗിച്ച ആളാരാ? പത്രോസാ. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിന്. ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ഹല്ലേലൂയ നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ വാക്കാലോ ലേഖനത്താലോ കൽപ്പിച്ച തന്നതിനപ്പുറം നിങ്ങൾ പോകരുതെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണമെന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം വാക്ക് പറഞ്ഞാലും ക്രിയ, സ്നാനം, തിരുവത്താഴം, കർത്തൃമേശ, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ എന്താ? ഹല്ലേലൂയ. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറഞ്ഞിട്ട് അവളെ ആർക്ക് മഹത്വം കൊടുക്കണം? പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപ്പൊ ദൈവം ആരാ? ഒരേ ഒരാളേ ഉള്ളൂ. എല്ലാ മനുഷ്യരുടെ മനസാക്ഷി എഴുതി വെച്ചു. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് എല്ലാം കൊണ്ടുണ്ട് ഒരുത്തൻ മുകളിൽ ഇരിപ്പുണ്ട്. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. എന്തിന്റെ താക്കോലാണ് പത്രോസിന് കൊടുത്തത്? പത്രോസിന് ഹല്ലേലൂയ. പത്രോസിനോട് എന്താ പറഞ്ഞത്? ആദ്യം യേശു പറയാണ്, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും ആരെ അറിയുന്നില്ല, പിതാവിനെ അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ബെറിയോനായ സീമോനെ, ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്താൻ. അവിടുത്തെ പുരോഹിതന്മാരൊന്നും അല്ല വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്ര. എന്നിട്ടാ പറഞ്ഞത് നീ ഭൂമിയിൽ കിട്ടുന്നത് എന്ത് ചെയ്യും? സ്വർഗത്തിൽ കെട്ടപ്പെടും, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഒറ്റ കാര്യവും പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. അപ്പൊ എന്ത് ഹല്ലേലൂയ താക്കോലാണ് ഇവര് കിട്ടിയത്? ലൂക്കോസിന്റെ സുവിശേഷം 11:52 വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. ന്യായശാസ്ത്രിമാര്, ഹല്ലേലൂയ സ്തോത്രം, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ എന്ത് എടുത്തു കളഞ്ഞു? പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള പരിജ്ഞാനം അവനുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. ആരാന്നുള്ള പരിജ്ഞാനം ഉണ്ടായത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്നുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവനുണ്ടായിക്കൊണ്ട് അവൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ അറിവിന്റെ താക്കോലാണ് കിട്ടിയത്. ഹല്ലേലൂയ സ്തോത്രം. പെന്തക്കോസ്തുകാരൊക്കെ പറയുന്ന പ്രാർത്ഥനയാകുന്ന താക്കോൽ. ഞാനും പണ്ട് ഹല്ലേലൂയ സ്തോത്രം തൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ബൈബിൾ വായിച്ചപ്പോഴാണ് മനസ്സിലായ പത്രോസിന് എന്തിന്റെ താക്കോലാണ് കിട്ടിയത്? ദൈവത്തെയും പുത്രനെ കുറിച്ചുള്ള അറിവ്, പരിജ്ഞാനത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ. ഇത് ആർക്കാ ഇല്ലാത്തത്? ഒന്നുകൂടെ വായിച്ചത്. ന്യായശാസ്ത്രിമാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു.
നിങ്ങൾ കടന്നുമില്ല. കടക്കുന്നവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കുക. 3 ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവരുടെ വിശ്വാസത്തെ എന്ത് ചെയ്തു? മറിച്ച് കളയുക. അവർ പോകത്തുമില്ല, പോകുന്നവരെ എന്ത് ചെയ്യില്ല? അനുവദിക്കത്തുമില്ല. ഹല്ലേലൂയ സ്തോത്രം. നോഹയുടെ കാലം പോലെ തന്നെ അവർ കേൾക്കത്തില്ല. സത്യം എന്ത് ചെയ്യില്ല? കേൾക്കത്തില്ല. കേട്ട് വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. നിത്യജീവൻ ഹല്ലേലൂയ സ്തോത്രം ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 13-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം തന്നെ 24 ഒന്ന് വായിച്ചത്. 24 അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗ്ഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന്. സ്വർഗ്ഗരാജ്യത്തെ കുറിച്ച് പറയാണ്. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ആർക്കാ കിട്ടിയിരിക്കുന്നത്? ഇപ്പോ പത്രോസിന്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ എവിടെയും കെട്ടും, സ്വർഗത്തിലും കെട്ടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ യേശു കർത്താവ് ഒരു ഉപമ പറയുകയാണ്. സ്വർഗ്ഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കള വിതച്ചു പോയി കളഞ്ഞു. വായിക്കും. ഞാറ് വളർന്നപ്പോൾ എന്ത് വന്നു? കളയും വന്നു. എന്നാ ഞാറ് വളർന്നത്? പറ. 1-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? ഞാറ് വളർന്നു. അന്നേ കളയും എന്ത് ചെയ്തു? അന്ന് തന്നെ എന്ത് ചെയ്തു? ദുരുപദേശവും അവിടെ എന്ത് ചെയ്തു? പൗലോസും പത്രോസൊക്കെ പറയുന്നത് നമ്മുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്തു? അവർ പുറപ്പെട്ടെന്നാ പറഞ്ഞേ അല്ലേ? ആരുടെ ഇടയിൽ നിന്നാ പുറപ്പെട്ടെ? ഈ കള വളർത്തുന്നവര്. കള ദുരുപദേശമാണ്. കള. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. വീട്ടുടയവന്റെ ദാസന്മാർ എന്ത് ചെയ്തു? ആരാ ദാസന്മാർ? വീട്ടുടയവൻ ആരാ? കർത്താവ് പറയുന്നത് വീട്ടുടയവനോട് അവരെങ്ങനെ ചെയ്തുവെങ്കിൽ, വീട്ടുടയവൻ ആരാ? യേശു അല്ലെ? യേശുവിനോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ നിങ്ങളോട് എത്ര അധികം എന്ന് പറഞ്ഞേ അല്ലേ? അപ്പൊ വീട്ടുടയവനോട് ചെന്നിട്ട് എന്ത് പറഞ്ഞു? യേശു എന്താ പറയുന്നത്? ഉപമയാ കേട്ടോ. വായിക്കും. യജമാനനെ. വീട്ടുടയവനെ എങ്ങനെ വിളിച്ചത്? വീട് ആരുടെയാ? ഹല്ലേലൂയ സ്തോത്രം. സ്വർഗ്ഗരാജ്യം എന്ന വീട് ആർക്കാ കൊടുത്തിരിക്കുന്നത്? യേശുവിന് ദൈവം കൊടുത്തിരിക്കുക. ആ ഉടയവനോട്, സകലത്തിന്റെ ഉടയവൻ ആരാ? പുത്രനാ. ദൈവത്തിന്റെ സകലത്തിന്റെ അധികാരി ആരാ? കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രേ? പിതാവ് ഒഴികെ ബാക്കി സകലതും ആർക്ക് കൊടുത്തിരിക്കുക? യേശുവിന് കൊടുത്തിരിക്കുക. അപ്പൊ പറയാണ്, ഉടയവനോട് എന്ന് പറയുകയാണ്, യജമാനനെ എവിടെ എന്താ വിതച്ചത്? വയലിൽ. എങ്ങനത്തെ വിത്താ വിതച്ചത്? വയലാരാ? ലോകത്തിൽ എന്താ വിതച്ചത്? നല്ല വചനമാണ് വിതച്ചത്, സത്യമാണ് വിതച്ചത്. അത് ആ പരിജ്ഞാനം പത്രോസിന് കൊടുത്തു. നീ നിന്റെ മേലെ ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞ അവൻ സത്യം പ്രസംഗിച്ചു 1-ാം നൂറ്റാണ്ടിൽ. 3-ാം നൂറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു? കള വളർന്നു. അല്ലെങ്കിൽ കളയാണ് കൂടുതൽ വളർന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഗോതമ്പ് മണിയൊക്കെ എന്ത് ചെയ്തു? ഞെരുക്കി. വായിച്ചേ. ഇത് ശത്രു ചെയ്തതാണെന്നു. ശത്രു ആരാ? പിശാചി. പിശാചി എന്ത് ചെയ്തു? ദുരുപദേശം വിതച്ചതാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ദൂതന്മാര് ചോദിക്കുകയാണ്, ഞങ്ങൾ പോയിട്ട് ഇത് പറിച്ചു കൂട്ടാൻ സമ്മതമുണ്ടോ എന്ന് യജമാനോട് ചോദിക്കുകയാണ്. അതിന് യേശു മറുപടി പറയുകയാണ്, ഇപ്പൊ ഹല്ലേലൂയ സ്തോത്രം. കള പറിക്കുമ്പോൾ ഇതൊക്കെ ഈ കളകളൊക്കെ ഇങ്ങനെ വളരുന്നുണ്ടല്ലോ, കൂണുപോലെ സഭകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ കുറേ സഭകളുണ്ട്. 2 ബ്രദറൻ, 2 IPC, എല്ലാം ഈ 2 വെച്ചാ. എല്ലാത്തിനും എത്ര കുടുംബം വെച്ചുണ്ട്? 3 കുടുംബം, 4 കുടുംബം. എന്താ ഇങ്ങനെ പോണത്? ഹല്ലേലൂയ സ്തോത്രം. ഇത് കളയായോണ്ട് അവർക്ക് എന്തില്ല? ഹല്ലേലൂയ സ്തോത്രം. വായിക്കേ. കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് കർത്താവ് അതിലേക്ക് നടത്തിയിരിക്കുന്നത്. ഈ കളയാകുന്ന സഭകളെയൊക്കെ നടത്തിയിരിക്കുന്നത് എന്താ? ഇവരെ പറിക്കുമ്പോൾ ഇപ്പൊ ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ അവരോട് കൂടെ എന്ത് ചെയ്യും? ഗോതമ്പും പോകും. എന്നാൽ കർത്താവിന്റെ വരെ ഗോതമ്പിനെയൊക്കെ എന്ത് ചെയ്യും? കളപ്പുരയിൽ എന്ത് ചെയ്യും? ശേഖരിക്കും. അന്നേരം ഈ പതിരൊക്കെ എന്ത് ചെയ്യും? കിടാത്ത തീയിലേക്ക് ഇടും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? കള വായിക്കും. 2 എവിടം വരെ വളരണം? കൊയ്ത്തെന്നാ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും കർത്താവിൽ മരിച്ചവർ ആദ്യം ഉയർക്കുകയും ശേഷിക്കുന്നവരായ നാം എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കളയൊക്കെ എന്ത് ചെയ്യും? പിഴുത് എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം ന്യായം വിധിച്ചിട്ട് എന്ത് ചെയ്യും? അഗ്നിക്കകത്തിട്ടു. ഹല്ലേലൂയ സ്തോത്രം. സമുദ്രത്തിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും അല്ലേ? അങ്ങനെ ഓരോന്നും താൻ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവർക്ക് തക്കതായ ശിക്ഷയുണ്ടാകും. അവരെ നിത്യാഗ്നിയിലേക്ക് എന്ത് ചെയ്യും? അവരെ ഈ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും മരിക്കുന്നില്ല. പുറത്തെ ജഡം മാത്രമേ മരിക്കുന്നുള്ളൂ. അകത്തെ മനുഷ്യന് മരണമില്ല. എന്നാൽ സകലരെയും എന്ത് ചെയ്യും? ഈ കളയൊക്കെ എന്ത് ചെയ്യും? ദുരുപദേശം പഠിപ്പിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു അല്ലേ?
അവര് അങ്ങനെ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ഇവരെയൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുവിടാൻ പോകുന്നത്? കെടാത്ത തീരാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ എത്ര ഉപമ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്? 10 ഉപമ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 13-ന്റെ 31-32 വായിച്ചട്ടെ. 31-32 13-ന്റെ മറ്റൊരു ഉപമ യേശു പറഞ്ഞത്, സ്വർഗരാജ്യം ആദ്യം പറഞ്ഞത് സ്വർഗരാജ്യം ഹല്ലേലൂയ സ്തോത്രം ഏതിനോട് സദൃശ്യം? നല്ല വിത്തിനോട് സദൃശ്യം അല്ലേ? നല്ല വിത്താണ് വിതയ്ക്കുന്നത്. പിന്നെ കടുക് മണിയോട് സദൃശ്യം. വായിക്കും. ആകാശത്തിലെ പറവകൾ അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. 13-33 ഒന്നുകൂടെ വായിച്ചത്. മറ്റൊരു ഉപമ പറഞ്ഞത് സ്വർഗരാജ്യം. പിന്നെ ഇതെല്ലാം ഉപമയാ കേട്ടോ. സ്വർഗരാജ്യം എന്താ? പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഇതെല്ലാം ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ യേശു ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ 44 വായിക്കട്ടെ. അടുത്തത് നിധിയോട് സദൃശം. എത്ര? എന്തിനോട് സദൃശം? അല്ലെങ്കിൽ നല്ല വിത്തിനോട്, കടുക് മണിയോട്, പുളിച്ച മാവിനോട്. പിന്നെ അടുത്തത് നിധിയോട് സദൃശം. വായിക്കും. വാങ്ങി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? ആ വയൽ വാങ്ങി. എന്താ അവിടെ? എന്താ ഉള്ളത്? നിധിയുണ്ട്. എന്താ നിധി? നിത്യജീവനാകുന്ന നിധി. ഹല്ലേലൂയ സ്തോത്രം. ഒരുവൻ ഹല്ലേലൂയ സ്തോത്രം ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ എല്ലാം നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞേ? ഈ ലോകത്തിൽ തന്നെയും കിട്ടും. പിന്നെ ഹല്ലേലൂയ സ്തോത്രം സ്വർഗരാജ്യവും അവന് കിട്ടും. നല്ല ഹല്ലേലൂയ സ്തോത്രം നിധി അവൻ എന്ത് ചെയ്യും? കിട്ടും. ഹല്ലേലൂയ സ്തോത്രം. അടുത്തത് 48 വിലയേറിയ 45 മുതൽ വായിച്ച 45 മുത്തിനോട് ഉപമ. വിലയേറിയ മുത്താണ് സ്വർഗരാജ്യം. വിലയേറിയത്. ഹല്ലേലൂയ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അപ്പൊ ലോകത്തെക്കാളിലും വിലയുണ്ട് നമ്മുടെ പ്രാണന്. തന്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ ആ പ്രാണനല്ല, ആത്മാവ്. ഉള്ളിലിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് എന്തോടൊക്കാലും വിലയുണ്ട്. ഈ ലോകത്തെക്കാളും ഇന്ന് ലോകത്ത് എത്ര കോടി ഹല്ലേലൂയ ആസ്തിയുണ്ട് പറയാൻ പറ്റുമോ? ഇതാണ് യേശുവിനെ വിളിച്ചിട്ട് സാത്താൻ കാണിച്ചത്. ഭൂമിയിലുള്ള സർവ്വ മഹത്വവും കാണിച്ചിട്ട് നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. ഈ ലോകത്തെ സകലത്തെക്കാളിലും വിലയേറിയതാണ് നമ്മുടെ ആത്മാവ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് 4:10 മത്തായിയുടെ സുവിശേഷത്തിൽ പറയാം. ആരെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞേ? പിതാവായ ദൈവത്തെ തന്നെയാണ് പുത്രനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും. അല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് ആരെ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്നത്, അവന്റെ അപ്പനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ പുത്രനാ ദൈവം ആക്കിയതാരാ? കള സാത്താൻ. അവനാണ് ദൈവത്തോട് സമനാകാൻ നോക്കിയത്. അവന് ദൈവത്തിന്റെ പുത്രനായിരുന്നു അല്ലേ? അവൻ എന്ത് ചെയ്തു? ദൈവത്തോട് സമനാകാൻ നോക്കിയതുകൊണ്ട് ദൈവം അവനെ വെട്ടി താഴെയിട്ട്. അടുത്ത സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ വായിച്ചട്ടെ. അടുത്തത് മുത്തിനോട് പറഞ്ഞത് അവന്റെ വലയോട് സാദൃശ്യം. 47-48 13 തന്നെ. വലയോട് സദൃശ്യം. ഇറങ്ങിയപ്പോൾ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടി വെച്ചു. കണ്ട, വലയാണ് സ്വർഗരാജ്യം. എന്താണ്? ഒരു വലയാ. ഇതിനകത്ത് നിന്ന് വലിച്ചു കൂട്ടും. കളയൊക്കെ എന്ത് ചെയ്യും? വലിച്ചു കൂട്ടും. പക്ഷെ നല്ലതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പാത്രങ്ങളിൽ വെക്കുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? എറിഞ്ഞു കളയും. അപ്പൊ ഇത് കൊയ്ത്തോളം വളരും. ദുരുപദേശക്കാര് എവിടം വരെ വളരും? ഈ തൃത്തക്കാരും പുള്ളി ജീസസുകാരും യഹോവ സാക്ഷിക്കാരും മറ്റുള്ള ദുരുപദേശക്കാരും എല്ലാം എവിടം വരെ വളരും? കൊയ്ത്തോളം വളർന്നോട്ടെ. അതിപ്പോ ഒരു വലയ്ക്കകത്ത് ഇട്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ ലോകത്തൊരു വല വീണിട്ടുണ്ട്, ഇന്റർനെറ്റ് അല്ലേ? അതിന് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വല. ആ വലയ്ക്കകത്ത് കിടക്കുക. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതിനകത്ത് നിന്നും ഹല്ലേലൂയ നല്ലത് തിരയുന്നവരുണ്ട്, നല്ലത് വചനം കേൾക്കുന്നവരുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യും ദൈവം? ഹല്ലേലൂയ സ്തോത്രം വേർതിരിക്കും. മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്യും? എറിഞ്ഞു കളയും. ഹല്ലേലൂയ, എറിഞ്ഞു കളയും. അടുത്തത് ഹല്ലേലൂയ സ്തോത്രം 18-23 മുതൽ 7-ാമത്തെ ഉപമ. രാജാവ്. നമുക്ക് രാജാവായി പിറന്ന, ഇസ്രായേലിന് രാജാവായി പിറന്നവൻ എവിടെയെന്നാ ചോദിച്ചത് അല്ലേ? യേശു ആരാണ്? നമ്മുടെ രാജാവാണ്, മശിഹയാണ്, ക്രിസ്തുവാണ്, കർത്താവാണ്. ദൈവമല്ല കേട്ടോ. ബാക്കി എല്ലാ പദവിയും ആര് ദൈവം കൊടുത്തു? ദൈവം പറഞ്ഞു എനിക്ക് തുല്യൻ ആരുമില്ല. എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഇനി എന്ത് ചെയ്യില്ല?
ഉണ്ടാകുകയില്ല. ഉണ്ടാകാത്ത ദൈവത്തെ ഇപ്പോൾ ഒരു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, 3-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. 3 തുല്യ ദൈവത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഈ കളകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. കൊയ്ത്തോളം വളർന്നോട്ടെ. പക്ഷെ ദുരുപദേശത്തിന് അധികം നാൾ എന്ത് ചെയ്യില്ല. കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഇതിനെയൊക്കെ കൊയ്ത്തിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നല്ല ഗോതമ്പ് മണിയൊക്കെ എങ്ങോട്ട് ചെയ്യും? കളപ്പുരയിലേക്ക് ചേർക്കുമ്പോൾ, കളപ്പുര എന്ന് പറയുന്നത് എന്താ? സ്വർഗം. ഇവരെ എങ്ങോട്ടിടും? നിത്യ അഗ്നിയിലേക്ക് ഇടും. ഹല്ലേലൂയ. രാജാവിനോട് സദൃശം. വായിക്കേ 25 വരെ വേഗത്തിൽ വായിക്കും. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു. മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുന്ന രാജാവിന്റെ മുമ്പിൽ എന്താ സകലവും അവൻ എന്ത് ചെയ്തത്? യജമാനനെ എന്താ ചോദിച്ചത്? അവൻ വീണ് കേണ അപേക്ഷിക്കുക അല്ലേ? എന്നോട് ക്ഷമിക്കണമേ. തൻ്റെ പാപമാകുന്ന കടം. യേശുവിനോട് നമ്മൾ എന്താ കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ പാപം. ക്ഷമ ചോദിച്ചിട്ട് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞവനെ എന്ത് ചെയ്തു? വിട്ടയച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഒരു യേശു കർത്താവ് ഒരു ഉപമ, വേറെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു പരീശനും ഒരു പാവിയുമായിരുന്നവന്റെ പ്രാർത്ഥന. പാവി എങ്ങനെ പറഞ്ഞേ? സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ തുനിയാതെ ഈ പാവിയായി എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. മറ്റവനല്ലേ, കർത്താവെ ഞാൻ 10-1 കൊടുക്കുന്നു, എല്ലാ ദിവസവും എല്ലാ ആരാധനയ്ക്ക് പോകുന്നതിനെ ആരാധിക്കുന്നതൊക്കെ പറഞ്ഞ് തന്നെത്താൻ ഉയർത്തി അല്ലേ? തന്നെത്താൻ ഉയർത്തുന്നതിനൊക്കെ എന്ത് ചെയ്യും? താഴ്ത്തപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. മറ്റവനോ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ തുനിയാതെ എന്ത് ചെയ്തു? തൻ്റെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു എന്ത് ചെയ്തു? അവൻ നീതിയിരിക്കപ്പെട്ടവനായി പോയി. അപ്പം രാജാവിൻ്റെ മുമ്പിൽ എങ്ങനെയുള്ളവനായിരിക്കണം നമ്മൾ? ക്ഷമിക്കണമേ. നമ്മുടെ ബഹുവിധമായ പാപങ്ങൾ ക്ഷമിക്കണം. അപ്പം രാജാവിനോട് തുല്യമായിട്ടാണ് സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഉപമ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര ഉപമ മൊത്തം പറഞ്ഞിട്ടുണ്ട്? 10 ഉപമ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ അടുത്തത് 20:1 മുതൽ വായിച്ചത്. മുന്തിരിത്തോട്ടത്തിനോട് എന്ത് ചെയ്തു? സദൃശമാക്കിയിരിക്കുകയാണ്. അടുത്ത 16 വരെ ഉണ്ട്, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത 22-ാം അധ്യായം 1 മുതൽ വായിച്ചത്. കല്യാണ സദ്യക്ക് കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. പറഞ്ഞയച്ചു. ദാസന്മാരായ ദൂതന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് സുവിശേഷം കേൾക്കുവാൻ ഇവർക്കൊന്നും എന്ത് ചെയ്യില്ല. ഈ കളകൾക്കൊന്നും മനസ്സുണ്ടാകില്ല. പിന്നെയും മറ്റു ദാസന്മാരെ അയച്ചു മുത്താഴത്തിന്. അവരത് കൂട്ടാക്കിയില്ല. എന്ത്? സത്യസുവിശേഷം കൂട്ടാക്കിയില്ല. തൃത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് പത്രോസിനോട് പറഞ്ഞ പത്രോസ് പ്രസംഗിച്ചു തുടങ്ങിയ അപ്പോസ്തല പ്രവൃത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല? ഇവര് കൂട്ടാക്കുന്നില്ല. ഹല്ലേലൂയ. ഇവരിപ്പോഴും എവിടെയാണ് കിടക്കുന്നത്? 3 ദൈവമുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഇത് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികൾക്കും എന്ത് ചെയ്തു? ദൈവം വിഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. പിശാചി, മൃഗം, കള്ളപ്രവാചകൻ. ഇതാണ് തൃത്വം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് വായിച്ചത് വേഗത്തിൽ വായിക്കും. കൊന്നു കളഞ്ഞു. ആരെ? സത്യം പ്രസംഗിച്ചവരെ. രാജാവ് കോപിച്ച് സൈനികരെ അയച്ച് ആ കൊലപാതകന്മാരെ മുറിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. സുവിശേഷം അപ്പോസ്തലന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്തവരൊക്കെ ആരാന്ന് പറഞ്ഞത്? യോഗ്യരാകില്ല അവരൊന്നും. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ ഉപദേശം ഉണ്ടാക്കി, ദുരുപദേശം ഉണ്ടാക്കി ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് അവരൊന്നും യോഗ്യരാകുകയില്ല. എന്നിട്ട് പറയാണ്, ആകയാൽ കാണുന്നവരെയൊക്കെയും അതാ ജാതികൾ. നമ്മളൊക്കെ ആരായിരുന്നു? വഴുതലക്കിലിരുന്നവരാ. അബ്രഹാമിന്റെ മക്കളായിരുന്നില്ല അന്ന് നമ്മൾ. ആരാ? ഹല്ലേലൂയ സ്തോത്രം. പുത്രത്വത്തോട് അടുത്തവരല്ലായിരുന്നു നമ്മൾ അല്ലേ? നമ്മളെയൊക്കെ അങ്ങനെയാണ് യേശു കർത്താവ് എന്ത് ചെയ്ത് വിളിച്ചത്. അവസാനമായിട്ട് 10-ാമത്തത് കന്യകമാരോട് ഉപമിച്ചിരിക്കുകയാണ്. 25:1 മുതൽ വായിച്ചാൽ.
സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ അപ്പൊ ബുദ്ധിയുള്ളവരും. കന്യകമാർ നിങ്ങൾക്ക് എല്ലാവരും വായിക്കുകയും എല്ലാവരും പ്രസംഗിക്കുകയും ചെയ്തൊരു കാര്യം അഞ്ച് കന്യകമാരെ കുറിച്ചും അല്ലേ. അപ്പോൾ 10 കന്യകമാരെ കുറിച്ച് പറയുന്ന 5 പേർക്ക് എണ്ണ ഉണ്ടായിരുന്നു, 5 പേർക്ക് എണ്ണ ഇല്ല അല്ലേ. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അത് ആരെക്കുറിച്ച് ഹല്ലേലൂയ കന്യകമാരോട് തുല്യമായിട്ട് ഉപമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗരാജ്യത്തെ കുറിച്ച് എത്ര ഉപമ പറഞ്ഞിട്ടുണ്ട്? മൊത്തം 10 ഉപമ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്വർഗരാജ്യത്തിൽ ആര് കടക്കണം? ആരാണ് കടക്കുന്നത്? ബെറിയോനായ ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്വനായ എൻ്റെ പിതാവ് അത്രേ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്ന എവിടെ കെട്ടും? എന്ത് താക്കോല തരുന്നത്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആർക്ക് കൊടുത്തിരിക്കാം? ഹല്ലേലൂയ സ്തോത്രം. ഇനി യേശുവിന്റെ കയ്യിലുള്ള താക്കോൽ ഏതാ? ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 18 വരെ ഒന്ന് വായിച്ചത്. വേഗത്തിൽ വായിക്കും. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് മുൻകച്ച കെട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവന്റെ തലയും തലമുടി വെളുത്ത് പോലെ ഹിമത്തോടും വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിനോടും സദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും. ആദ്യം എവിടെയായിരുന്നു? ഈ ആദ്യനും അന്ത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിലിരുന്ന ആദ്യനും അന്ത്യനുമാണ്. ദൈവത്തിന് ആദ്യമില്ല അന്തവുമില്ല. പുത്രൻ എന്തുണ്ട്? ആദ്യനും അന്ത്യം നടത്തുന്നവൻ ആരാ? പുത്രനാ. സകലം അല്ല അവന്റെ കാൽക്കീഴാക്കി കൊടുത്തിരിക്കുന്ന അവൻ എന്ത് ചെയ്യും? ന്യായവിധി നടത്തും. ആദ്യനും അന്ത്യനും ആവുന്നു. എന്നേക്കും എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചവനായിരുന്നു. ദൈവം മരിക്കില്ല. പുത്രൻ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും എന്ത് ചെയ്തു? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. വായിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്ത് ചെയ്തു? കളകൾക്കുള്ള താക്കോൽ ആരുടെ കയ്യിലിരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലായിരിക്കുന്നത്? പത്രോസിനും അപ്പോസ്തലന്മാർക്കെല്ലാം കൊടുത്തു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമൊക്കെ പൗലോസൊക്കെ എഴുതിയിരിക്കുന്നത് ഭയങ്കര അത്ഭുതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത്ര വലിയ വെളിപ്പാടാണ് അവന് കിട്ടിയത്. അപ്പൊ കളകൾക്കുള്ള താക്കോൽ ആരുടെ കയ്യിലുണ്ട്? പുത്രന്റെ കയ്യിലുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് അപ്പൊ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് യേശുവിന്റെ കയ്യിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15:18 മുതൽ. അപ്പൊ സ്വർഗരാജ്യമുണ്ട്, സാത്താന്റെ രാജ്യമുണ്ട്. കേട്ടോ, സാത്താന്റെ രാജ്യം. സാത്താന്റെ രാജ്യത്തിലേക്ക് പോകുന്നവരൊക്കെ ആരാ? കളകള്. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗരാജ്യത്തിൽ പോണവരൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം? ഹല്ലേലൂയ ഗോതമ്പ് മണി ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നല്ല വിത്തായിരിക്കണം. പിന്നെ ഹല്ലേലൂയ കടുകുമണി ആയിരിക്കണം. പിന്നെ പുളിച്ചമാവായിരിക്കണം. പിന്നെ നിധി ആയിരിക്കണം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം മുത്തായിരിക്കണം. പിന്നെ വലയോട് സദൃശമായിരിക്കണം. പിന്നെ രാജാവിനോട് ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ രാജാവിനോട് നമ്മൾ എന്തുണ്ടാവണം? രാജാവ് ജീവിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ പാതകൾ എന്ത് ചെയ്യണം? പിന്തുടരണം. പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ക്രിസ്തുവിന്റെ അനുകാരി നമ്മളാവണം. പൗലോസിന്റെ അനുകാരി ആയാൽ മതി, ക്രിസ്തുവിന്റെ അനുകാരിയാകാം. പൗലോസിന് എത്ര ദൈവം ഉണ്ടായിരുന്നുള്ളൂ? എത്ര സ്നാനം ഉണ്ടായിരുന്നുള്ളൂ? സ്നാനം 1, ശരീരം 1, ആത്മാവ് 1 അല്ലേ? സ്നാനം 1, വിശ്വാസം 1, എല്ലാം 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം 3 ആക്കി. 3 ഉണ്ടോ? ഇല്ല. വായിച്ചട്ടെ, 18 വായിച്ചട്ടെ. അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് ചെയ്യും? പുറത്താക്കും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഈ പത്രോസൊക്കെ ആരെ കൊണ്ടാ പുറത്താക്കിയത്? യേശുവിനെ കൊണ്ടാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിച്ചട്ടെ. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ ഒരു മഹാപുരോഹിതന്റെ മക്കളാ. ആരാ? പുരോഹിതന്റെ മക്കളാ. ഈ ഹല്ലേലൂയ സ്തോത്രം. ഏത് പുരോഹിതനാവൻ? കളകളുടെ പുരോഹിതനാണ്. ഇവിടെ പൗരോഹിത്യം ഉണ്ടോ? ഇപ്പോ പുരോഹിതനായിട്ട് നമുക്ക് വേണ്ടി ആര് പോയി?
യേശു ദൈവത്തിന് വലതുഭാഗത്ത് പോയി. ഇനി ഇവിടെ ഭൂമിയിൽ ഒരു പുരോഹിതനും ഇല്ല. അവൻ ചിലർ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായി ഇടയന്മാരായി ഉപദേശകന്മാരായി സുവിശേഷകന്മാരായി എന്ത് ചെയ്തിരിക്കുക? തിരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇവിടെ മഹാപുരോഹിതനായിരിക്കുന്നവൻ്റെ 7 മക്കൾ അവർ അങ്ങനെയുള്ളവരാന്ന് പറഞ്ഞേ, മന്ത്രവാദികളാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ബാക്കിയുള്ളവരെ കുറിച്ച് എന്താ പറയേണ്ടത്? ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞ് കൈവച്ച് തലേ കൈവച്ച് ആട്ടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാരാ? മന്ത്രവാദികളാണ്. പിതാവിനെയും പുത്രനെ അറിയാത്തവരൊക്കെ ആരാ? അവരുടെ കൈ കൊണ്ട് തലേ കൈവെപ്പിച്ചാൽ തന്നെ നമുക്ക് എന്താ ഉണ്ടാകും? അവരിലിരിക്കുന്ന വ്യാപാര ശക്തി നമ്മുടെ മേൽ എന്ത് ചെയ്യും? എന്ത് വ്യാപാര ശക്തിയാണ്? ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയില്ലായിരുന്നു, 2-ാം അധ്യായം 7 മുതൽ വായിച്ചാട്ടെ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പോയി എത്ര വേണ്ടു. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ടു വന്നു. വായിക്കും. നശിപ്പിക്കും. എന്തിന്റെ വ്യാപാര ശക്തിയാ? സാത്താന്റെ വ്യാപാര ശക്തി. അപ്പൊ ഒന്നിലധികം ദൈവം ഉണ്ടെന്ന് പറയുന്നവനൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച അവന് എന്ത് വ്യാപാര ശക്തിയാ ഉള്ളത്? സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വായിക്കും. 12 വരെ. വ്യാജമായ കണ്ട, ഇതും ശക്തിയാ. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ എന്തൊക്കെ ഉണ്ടാകും? അടയാളം ഉണ്ടാകും, അത്ഭുതം ഉണ്ടാകും, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ വരെ വളരുമെന്നാ കർത്താവ് പറഞ്ഞത്? കൊയ്ത്തോളം വളരട്ടെ. കളയും എന്ത് ചെയ്തു? നല്ല വിത്താണ് ഇട്ടത്, പക്ഷെ എവിടെ വന്നു? കളയും കൂടെ എന്ത് ചെയ്തു? വളർന്നു. അവരും എന്തൊക്കെ ചെയ്യും? മോശ വടിയിട്ടപ്പോൾ എന്തായി? പാമ്പായി. മന്ത്രവാദികൾ ഇട്ട് എന്ത് ചെയ്തു? അതും അവരും എന്ത് ചെയ്തു? പാമ്പായി. ഇനി ഹല്ലേലൂയ സ്തോത്രം. ഒരു 2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം. മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി ആരാ? സാത്താൻ. അനുസരണക്കേടിന്റെ മക്കളിൽ കളകളിലൊക്കെ വ്യാപരിക്കുന്ന ശക്തി ഏതാ? സാത്താന്റെ ശക്തിയാ. ഹല്ലേലൂയ സ്തോത്രം. വായിക്കേ. അനുസരിച്ച് സാത്താനെ അനുസരിച്ച് നടന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതും ശക്തിയാ. മനസ്സിലായി? ഈ തൃത്വം കണ്ടോ? ഇത് എന്തിന്റെ ശക്തിയാ? സാത്താന്റെ ശക്തി. എന്നാൽ ഈ ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. വായിച്ചാട്ടെ. അതും കൂടെ 1-2 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം വരാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:28-29 വായിച്ചാട്ടെ. ആരെ? ക്രിസ്തുവിനെ അറിയിക്കുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും എങ്ങനെയാ ഉപദേശിച്ചത്? സകല ജ്ഞാനത്തോടെ ഉപദേശിച്ചത്. എങ്ങനെയാ ജ്ഞാനം? ഹല്ലേലൂയ സ്തോത്രം. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് പത്രോസിന് കൊടുത്തത്. ചെറിയവനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ. അതിനായി എന്നിൽ വായിക്കും. കണ്ട, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ കണ്ട പരിശുദ്ധാത്മാവിനെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ മറ്റേതെന്താ? ഫോഷ്ക് വിശ്വസിക്കുമാർ ഫോഷ്കിന്റെ വ്യാപാര ശക്തി. അപ്പൊ 2 ശക്തിയുണ്ട്. അപ്പൊ കളകൾക്ക് എന്ത് ശക്തിയാ വരുന്നത്? ഫോഷ്ക് വിശ്വസിക്കുമാർ ഫോഷ്കിന്റെ വ്യാപാര ശക്തി. ഇവിടെ എന്താ? ഹല്ലേലൂയ സ്തോത്രം. പൗലോസിന്റെ എന്ത് ശക്തിയാണ് കയറിയിരിക്കുന്നത്? വായിച്ചേ. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പൊ എന്ത് ശക്തിയുണ്ട്? 2 ശക്തിയുണ്ട്. പിശാചിന്റെയും ശക്തിയുണ്ട്. അപ്പൊ ഇവര് അത് ആ ശക്തി എന്താക്കി? 3ാമത്തെ വ്യക്തിയാക്കി, തൃത്വമാക്കി. ഹല്ലേലൂയ സ്തോത്രം. പോരാടിക്കൊണ്ട് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. മറ്റത് ഫോഷ്ക് വിശ്വസിക്കുമാർ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഫോഷ്ക് വിശ്വസിക്കുമാർ ഫോഷ്കിന്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ സ്തോത്രം. ഇനി അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 2:2 കൂടെ ഒന്ന് വായിച്ചാട്ടെ. അവർ ക്രിസ്തു എന്ന ദൈവവർമ്മത്തിന്റെ പരിജ്ഞാനം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവന് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിശവും ഒക്കെ എന്ത് ചെയ്തു? ഗുപ്തമായിട്ടിരിക്കുന്നു. ആരില്? ക്രിസ്തുവില. ജ്ഞാനത്തിന്റെയും അതോ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരെ അറിയുന്നില്ല? പിതാവിനെ അറിയുന്നില്ല. അപ്പൊ
യേശുവിലാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഹല്ലേലൂയ സ്തോത്രം ഇതൊക്കെയും ഗുപ്തമായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വീണ്ടും വരാം. അതിന്റെ 19-ാം അധ്യായം വായിച്ചാട്ടെ. 19 മുമ്പ് വായിച്ചില്ല, ബാക്കി വായിക്കും. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. അവർ 7 പേര് ആരായിരുന്നെന്ന് പറഞ്ഞു? മന്ത്രവാദികളായിരുന്നെന്ന് പറഞ്ഞു. വായിക്കും. ദുരാത്മാവ് അവരോട് അവർക്ക് ആരെ അറിയാം? പിശാചുക്കൾ. ദൈവവേഗനെന്ന് വിശ്വസിക്കുന്ന കൊള്ളാം പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ യേശുവിനെ ആർക്കറിയാം? ദൈവത്തിന്റെ പുത്രനെ ആർക്കറിയാം? സാത്താൻ അറിയാം. ഇവർക്കറിയാം. ഈ കളകൾക്ക് അറിയത്തില്ലേലും ഈ കളകൾ സാത്താനെ സേവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവര് സേവിക്കുന്ന സാത്താൻ അറിയാം. ആരെ? യേശുവിനെ അറിയാം. യേശുവിനെ വായിക്കേ. ഞാൻ അറിയുന്നു. പൗലോസിനെയും പരിചയമുണ്ട് കേട്ടോ. നീ പത്രോസിനോട് പറഞ്ഞു നീ ഭൂമി കെട്ടുന്നതൊക്കെ എന്ത് ചെയ്യും? ഈ പത്രോസും പൗലോസും എന്ത് ചെയ്തു? ഭൂമി കെട്ടുന്നതൊക്കെ എന്ത് ചെയ്തു? സ്വർഗത്തിൽ കെട്ടി. പൗലോസൊക്കെ എന്ത് ചെയ്തു? കർത്താവ് യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാക്കി, അല്ലെ? ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിച്ചു, മരിച്ചവർ ഉയർപ്പിച്ചു. വെളുക്കുന്നവൻ വരെ പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒരുത്തൻ എന്ത് ചെയ്തു? 3-ാം നിലയിൽ നിന്ന് എന്ത് ചെയ്തു? താഴെ വീണിട്ട് എന്ത് ചെയ്തു? അല്ലെ? ഹല്ലേലൂയ സ്തോത്രം. അവിടെ താഴെ വീണ് മരിച്ചുപോയി. മരിച്ചവനെ ദൈവം എന്ത് ചെയ്തു? പൗലോസിലൂടെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. യേശു പറഞ്ഞു ഞാൻ ചെയ്തതിൽ ഉപരി നിങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇത് 1-ാം നൂറ്റാണ്ടില് ഹല്ലേലൂയ സ്തോത്രം ഈ കളകളും എന്ത് ചെയ്യാൻ തുടങ്ങി? ഹല്ലേലൂയ സ്തോത്രം. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്? ആരായിരുന്നത്? പറഞ്ഞ് മഹാപുരോഹിതന്മാർ, മന്ത്രവാദികൾ. ഇവരൊക്കെ ആരായിരുന്നു? യേശുവിനെ അംഗീകരിച്ചിട്ട്. അപ്പൊ ഈ കളകളൊക്കെ ഈ തൃത്വം വിളിക്കുന്നവരെ കൊണ്ട് തല എന്ത് ചെയ്ത്? കൈവെപ്പിക്കരുത്. അവർ ദുരുപദേശമൊക്കെ. അവരിൽ എന്ത് വ്യാപാര ശക്തിയാ? പോഷ്ക് വിശ്വസിക്കുമാർ പോഷ്കിന്റെ വ്യാപാര ശക്തി. പൗലോസിൽ എന്ത് ശക്തിയാണ് വ്യാപരിച്ചത്? ബലത്തോടെ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:10 വായിച്ചാൽ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും വിശ്വസിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ എന്താണെന്ന് പറയുന്നത്? ദൈവത്തിന്റെ ബലോ. ദൈവത്തിന്റെ ബലത്തെ എന്ത് ചെയ്തു? 3-ാമത്തെ വ്യക്തിയാക്കി. മറ്റേ ഫോഷ്ക് വിശ്വസിക്കുമാർ ഫോഷ്കിന്റെ വ്യാപാര ശക്തി. ഇത് ദൈവത്തിന്റെ സത്യത്തിന്റെ വ്യാപാര ശക്തി, അമിത ബലം. പിന്നെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 3:5 കൂടെ വായിച്ചത്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി. അപ്പൊ ഭക്തിയല്ല, അതായത് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിനെ കർത്താവായിട്ടാണ് നമുക്ക് വേണ്ടി അയച്ചെന്ന് വിശ്വസിക്കുന്നവരിൽ വരുന്ന ശക്തിയാണ്. അതിന്റെ ശക്തിയെ എന്ത് ചെയ്തു? ഒരു വ്യക്തിയാക്കി. വായിക്കോ. ശക്തിയെ കെടുത്തുന്നവർ. അങ്ങനെയുള്ളവരെ നീ എന്ത് ചെയ്യണം? തിമോത്തിയോസെ നീ എന്ത് ചെയ്യണം? ദൈവശക്തിയെ 3-ാമത്തെ വ്യക്തിയാന്ന് പറയുന്ന തൃത്വക്കാരെ നീ എന്ത് ചെയ്തോളാന്ന് പറഞ്ഞേ? വിട്ടൊഴിയണം. അപ്പൊ വിട്ടൊഴിയണം. ഇങ്ങനെയുള്ള ദുരുപദേശക്കാരൊക്കെ നീ എന്ത് ചെയ്യണം? വിട്ടൊഴിഞ്ഞോണം. ഹല്ലേലൂയ സ്തോത്രം. വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഫോഷ്ക് വിശ്വസിക്കുമാർ ഫോഷ്കിന്റെ വ്യാപാര ശക്തി നിന്റെ മേൽ വന്നിട്ട് നീ എന്ത് ചെയ്യും? ആ ഫോഷ്കിന്റെ ആത്മാവിനെ നീ എന്ത് ചെയ്യും? അതിന്റെ പിന്നാലെ നീ എന്ത് ചെയ്യും? പോകും. അതുകൊണ്ട് നീ എന്ത് ചെയ്തോണം? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? ധരിക്കണം. സർവായുധ വർഗം ധരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ 6:11 മുതൽ. എതിർത്ത് നിൽപ്പാൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. കണ്ടോ? ഈ വാഴ്ചകളാരെ? വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ഈ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട് തന്നെ. എന്നിട്ട് പറയുകയാണ്, താഴെ വായിക്കേ. ദുർദിവസത്തിൽ നിങ്ങൾ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിക്കും. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും ദൈവത്തിന്റെ സർവായുധ വർഗം നീ എന്ത് ചെയ്യണം? എടുത്തുകൊള്ളുക. എന്താണ് സർവായുധ വർഗം? താഴെ വായിച്ചേ. അരയ്ക്ക് എന്ത് ചെയ്യണം? സത്യം കെട്ടണം. നീതി ഉണ്ടാകണം. ഉന്നമേവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നീതി എന്താ? അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടാം. കർത്താവിൽ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നതാണ് നീതി. നീതി കവചം ധരിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിലുള്ള കവചമാണ്. യേശു ക്രിസ്തു എന്റെ കർത്താവാന്നുള്ള ആ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കവചം നീ ധരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദൈവം ഉണ്ടാകും. യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആരുണ്ടാകും? ദൈവം ഉണ്ടാകും. വായിക്കേ. സമാധാനത്തിന്റെ സുവിശേഷത്തിനായുള്ള ഒരുക്കം. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളെ
കാൽക്കീഴിൽ ചതച്ചരയ്ക്കും. സമാധാനത്തിന്റെ ദൈവം, ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ സമാധാനത്തിന്റെ ദൈവമാണ് അവർക്കുള്ളത്. ഓഷ്ക്ക് വിശ്വസിക്കുമാർ ഓഷ്കിന്റെ വ്യാപാര ശക്തി, ഹല്ലേലൂയ. ഭൂതമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാ കാർച്ചയായിരിക്കും. പിന്നെ രാവിലെ പാലേ ഉണരണമേ എന്ന് തുടങ്ങി രാവിലെ തൊട്ട് ഉച്ച വരെ, അല്ലെങ്കിൽ അത് അവർ തുള്ളി പോലെ ഇവർ രാവിലെ തൊട്ട് എന്തോ ഒരു ഭാഷ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അന്യഭാഷയാന്ന് പറഞ്ഞിട്ട് തുള്ളി ബഹളം വെച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഓഷ്കിന്റെ വ്യാപാര ശക്തി, അവർ ഓഷ്കിന്റെ ശക്തി വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, കാറുന്നു, തുള്ളുന്നു, ബഹളം വെക്കുന്നു. നമ്മുടെ ദൈവം എന്താ? സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ? അവിടെ പത്രോസ് കാറിയാണ് പറഞ്ഞത്. എറിയോനായി ശിമോനെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് മുമ്പ് അവൻ എങ്ങനെയാണ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ് പറഞ്ഞത്. ഒറ്റ വാക്യം പറഞ്ഞുള്ളൂ. അപ്പോൾ അവൻ ഭൂമിയിൽ കിട്ടുന്നത് എന്ത് ചെയ്യും? അത് യേശുവിന്റെ നാമം പറയുന്നിടത്തൊക്കെ എന്ത് ചെയ്യുന്നു? സൗഖ്യം വരുന്നത്. യേശുവിനെ ഭൂതങ്ങളുടെ അടുത്ത് പോയി കാറിയോ? യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഭൂതങ്ങൾ കാറിക്കൊണ്ട് പോയി അല്ലേ? ഇവർ കടന്ന് കാറും. തലേ കൈവച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് കാറും അടിക്കും, തുപ്പും, ചവിട്ടും. ഹല്ലേലൂയ സ്തോത്രം. ഇതൊന്നും ദൈവികമല്ല. ഇത് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ ഫോഷ്കിന്റെ വ്യാപാര ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയല്ല. എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി, ദൈവത്തിന്റെ വ്യാപാര ശക്തി നമ്മൾ പറഞ്ഞു. അതാണ് യേശു. അതിനുവേണ്ടിയാണ് യേശു ഇവിടെ വന്നിട്ട് എന്ത് ചെയ്ത് പോയത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തിൽ വരില്ല അല്ലേ? അവനെ നിങ്ങൾ അറിയുന്നു, ആ കാര്യസ്ഥനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഹല്ലേലൂയ. കാര്യസ്ഥൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു? യേശു പറഞ്ഞു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. ഒന്നിൽ എന്നിൽ വിശ്വസിക്കും, ഇല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് വിശ്വസിക്കും. ദൈവത്തെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇവരുടെ കാഴ്ച കൊടുക്കുന്നതൊക്കെ അല്ലേ? ദൈവം എന്നിൽ വസിച്ചുകൊണ്ടാണ് തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആര് പറഞ്ഞു? പുത്രൻ പറഞ്ഞു. യേശു തന്നെ പറഞ്ഞു തനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്ത് അവനെ എന്ത് ചെയ്തു? സകലത്തിന് മേൽ അധികാരിയായി വെച്ചു. എല്ലാത്തിന്റെ ദൈവത്തിനുള്ള സകലത്തിന്റെ അധികാരം ആർക്കാ? സ്വർഗത്തിന് ഭൂമിക്ക്, ഭൂമിക്ക് കീഴെ പാതാളത്തിനുള്ള സകലത്തിന്റെ അധികാരം ആർക്ക് കിട്ടി? യേശു കർത്താവിന് കിട്ടി. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഒഴികെ, കീഴാക്കി കൊടുത്തവൻ ഒഴികെ. ഹല്ലേലൂയ സ്തോത്രം. സർവായുധ വർഗം ധരിച്ചു കൊള്ളുവിൻ. വായിക്കേ. ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുന്ന വിശ്വാസം. അതായത് സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിനക്കുണ്ടാകണം. സ്വർഗരാജ്യത്തിന്റെ താക്കോല് കിട്ടണമെങ്കിൽ പിതാവിനെ പുത്രനെ അറിയുന്ന വിശ്വാസം നിനക്ക് ഉണ്ടാകണം. പിന്നെ വായിച്ചു. രക്ഷ എന്ന ശിരസ്ത്രവും. രക്ഷ എങ്ങനെ വരുന്നത്? എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കഴിയിരിക്കുന്നത്. രക്ഷ ആരാ? ക്രിസ്തുവിലൂടെയാണ് വരുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം. അതെങ്ങനെയാ? ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശിരസ് എന്താ? തലയിൽ വെക്കുന്ന കിരീടം അല്ലേ? ശിരസ്ത്രം. അപ്പോ രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ക്രിസ്തുവിന് ഒരു തലയുണ്ട്, ദൈവത്തിന് കൂടി ഒരു തല പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ നമ്മുടെ തല ആരാ? ക്രിസ്തുവാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ശിരസ്ത്രം നമ്മുടെ മേൽ ഉണ്ടാകണം. യേശുവില്ല, യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു നാമമല്ല. അപ്പൊ യേശു ക്രിസ്തു എന്ന നാമം പറയാത്തവനൊന്നും ദൈവത്തിന്, യേശുവിനെ കർത്താവെന്ന് പറയാത്തവനൊന്നും ആരല്ല? ദൈവത്തിന്റെ മക്കളല്ല. അവർ പോസ്റ്റ് വിശ്വസിക്കുമാർ പോസ്റ്റിന്റെ വ്യാപാര ശക്തിയിലുള്ള കളകളാണ്, കളയുടെ മക്കളാണ്. ഹല്ലേലൂയ. വായിക്കും. വാളെന്താണ്? ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എന്ത് ചെയ്യണം? ആത്മാവ് നമ്മളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വാളെന്താ? ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ദൈവാത്മാവാകുന്നു. അവനിലിരിക്കുന്ന വാളെന്താ? വചനം. ആദ്യം വചനം ഉണ്ടായിരുന്ന, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മനുഷ്യന്റെ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാള്. ആ വാള് വെച്ചാണ് ആര് വെട്ടിയത്? യേശു വെട്ടിയത്. യേശു കർത്താവ് എന്ത് ചെയ്തു? ഉപവസിച്ചതിന് ശേഷം സാത്താൻ അവനെ പരീക്ഷിക്കേണ്ടതിന് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് ഭൂമിയിലെ സർവ്വത്ത മഹത്വം എന്ത് ചെയ്തു? കാണിച്ചു. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ കല്ലൊന്ന് അപ്പം ആകാനൊക്കെ പറഞ്ഞ് കുറെ പരീക്ഷ നടത്തി. അവിടെയൊക്കെ ഏത് വാള് വെച്ചാൽ വെട്ടിയാൻ? വചനം എന്ന വാള്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വചനം. ഈ ദുരുപദേശക്കാർക്കൊക്കെ ഈ വചനം പറഞ്ഞു കൊടുക്കണം. എല്ലാ ലേഖനത്തിലും, എല്ലാ സുവിശേഷത്തിലും, ഹല്ലേലൂയ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏക ദൈവത്തെയും ഏക പുത്രനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏക പുത്രനെ കുറിച്ച് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുണ്ട്. ഉൽപ്പത്തിയിൽ എങ്ങനെയാ പുത്രനെ കുറിച്ച് പറഞ്ഞ? ആദ്യം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഉൽപ്പത്തി 3:15. അവിടെ തൊട്ട് അതിലെ സ്ത്രീയുടെ സന്തതി വന്നു. എവിടെ? പാപത്തിൽ മനുഷ്യൻ വീണപ്പോൾ. എന്നോട്ടാണ് പുത്രനെ ദൈവം മനുഷ്യരോട് പറയാൻ തുടങ്ങിയത്? പാപത്തിൽ വീണപ്പം പറഞ്ഞു അല്ലേ? സ്ത്രീയുടെ സന്തതി വരും. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ത് ചെയ്തു?
പുത്രൻ ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:8 മുതൽ 10 വരെ വായിച്ചാട്ടെ. നാമോ പകലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശ കർത്താവാണ്. അവിടെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരുമെന്നാണ് നമ്മൾ പ്രത്യാശിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ദൈവം വരുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത്. പുത്രനാം ദൈവം വരുമെന്ന് പറഞ്ഞ്. പുത്രനാം ദൈവം ആരാ? ലൂസിഫറെ കാത്തിരിക്കുന്നവർക്ക് ലൂസിഫർ വന്ന് കൊണ്ടുപോകും. നമ്മൾ ആരെ കാത്തിരിക്കണം? സ്വർഗത്തിൽ നിന്ന് യേശു കർത്താവ് വരുന്ന കാത്തിരിക്കുന്നവർക്ക് ആര് വന്ന് കൊണ്ടുപോകും? യേശു എന്ത്? കർത്താവ് തൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ ആര് വരും? കർത്താവ് വരും നമ്മളെ ചേർപ്പാൻ. ദൈവം വരില്ല. ആരാ വരുന്നത്? കർത്താവ് വരും. ഇവരെ ചേർപ്പാൻ ആരാ വരുന്നത്? പുത്രനാം ദൈവം. അതാരാ? ലൂസിഫർ വന്നോളും, അവരെ കൊണ്ടുപോയിക്കോളും. എങ്ങോട്ട് കൊണ്ടുപോകും? പാതാളത്തിലേക്ക് കൊണ്ടുപോകും. അവരുടെ വഴി എങ്ങനെ? ഇടുക്കമാണോ? നല്ല വിശാലമായ വഴി. അതുകൊണ്ട് വിശാലതയിൽ ജീവിച്ചോട്ടെ, കൊയ്ത്തോളം വളർന്നോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദേശാന്തരവതികളായ വായിച്ചോട്ടെ. ഈ സർവായുധവർക്കും കൂടെ വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. പത്ത് വരെ. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും, രാത്രി കർത്താവ് വരുന്നെങ്കിലും കേട്ടോ, ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ കർത്താവാണെന്ന് വ്യക്തമായിട്ട് ദൈവം മരിച്ചില്ലെന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് രക്ഷ. കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് രക്ഷ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. ആകയാൽ 10 വരെ മതി. യേശുക്രിസ്തുവിനാൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർപ്പിക്കുവാനാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ സത്യവചനത്തെ എന്ത് ചെയ്യണം? യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരായിട്ട് എന്ത് ചെയ്യണം? നിൽക്കണം. ഈ ദുരുപദേശക്കാർ വളർന്നോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഈ ദേശാന്തരങ്ങളായി നടക്കുന്ന മന്ത്രവാദികൾ പറയുമ്പോൾ സാത്താൻ പറയാണ്, യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ നഗ്നരും മുറിവേറ്റവരുമായി എന്ത് ചെയ്തു? ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? ഓടിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ യേശുവിനെയും അറിയാം. യാക്കോന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവ ഏകനെന്ന് വിശ്വസിക്കുന്നവ കൊള്ളാം, പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ അറിയും, യേശുവിനെ പ്രസംഗിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പൗലോസിനെ അറിയും, പത്രോസിനെ അറിയും. ഇന്ന് ഹല്ലേലൂയ സത്യം പ്രസംഗിക്കുന്നവരെ എല്ലാം ആർക്കറിയാം? സാത്താൻ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് എന്ത് ചെയ്യും? സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. പുത്രം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരെ അറിയുന്നില്ല? പിതാവിനെ അറിയുന്നില്ല. അപ്പൊ ഇവര് പിതാവിനെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം കരുണ കാണിച്ചത് ഓർത്ത് ഹല്ലേലൂയ സ്തോത്രം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വിശ്വാസം നമുക്ക് വെളിപ്പെടുത്തി ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ നന്ദി കരേറ്റാം. ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച പഠിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. പിതാവേ, എൻ്റെ വചനം കേട്ട ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി നിൻ്റെ ഹല്ലേലൂയ ദൈവമേ വ്യാപാര ശക്തി, ബലത്താൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ശക്തി ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ മേലിൽ ഇറങ്ങണമേ. പോഷ്ക്ക് വിശ്വസിക്കുമാർ പോഷ്കിൻ്റെ വ്യാപാര ശക്തി അനേകരെ വഴിതെറ്റിച്ചുകൊണ്ട് കളകളാൽ കർത്താവെ കൊയ്ത്തോളം വളരുന്ന കളകൾ അനേകരെ കർത്താവെ ഹല്ലേലൂയ വളരുവാൻ കഴിയാതെ വണ്ണം കർത്താവെ ഹല്ലേലൂയ നല്ല വിത്തിനെ ഗോതമ്പ് മണിയെ ഞെരുക്കുമ്പോൾ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളോട് നീ കരുണ കാണിച്ച് സത്യദൈവത്തെ അറിയുന്ന അറിവ് കൊടുത്ത് നിത്യജീവനായി ഹല്ലേലൂയ ഓടുവാൻ കർത്താവെ നീ കൃപ ചെയ്യണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ദൈവമേ, യേശുവിനെയും പിതാവിനെ അറിയുന്ന അറിവിൽ അരഭവനത്തിലെ മന്ത്രവാദങ്ങൾ, കെട്ടുകൾ, കർത്താവ് ശാപങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാം അഴിഞ്ഞു പോകും. കർത്താവെ, ആകയാൽ ഏകദൈവത്തെയും പുത്രനെ അറിയുന്ന അറിവ് കൊടുക്കണമേ. ഹല്ലേലൂയ. അറിവുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയുമെന്ന ദൈവവചന പ്രകാരം പരിജ്ഞാനത്തിൻ്റെ താക്കോൽ ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവത്തിന് സ്തോത്രം. കൃപ കൂടിയിരിക്കണമേ. ഈ താക്കോൽ അനേകർക്ക് ലഭിപ്പാൻ, ഈ ദൈവത്തെയും പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം അനേകർക്ക് ലഭിപ്പാൻ ദൈവം നീ കൃപ ചെയ്യണം. ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരുടെ ഭവനത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ. കൃപ കൂടിയിരിക്കണമേ. നിന്റെ നാമത്തിൽ ദൈവമേ, നിന്റെ വചനം ഹല്ലേലൂയ 30 60 100 മേനിയായി അവിടെ വിളയണമേ കർത്താവെ. അല്ലെങ്കിൽ നല്ല നിലത്ത് വീണ് അത് ഹല്ലേലൂയ വളർന്ന് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ അവിടെ കാണപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കൃപ കൂടിയിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണേ നല്ല പിതാവേ.